എൻ്റെ PhD സബ്ജക്റ്റ് സൈക്കോ സോഷ്യൽ ഇഷ്യൂസ് ഓഫ് ഓൾഡ് ഏജ് ആണ്. വൃദ്ധന്മാരുടെ സാമൂഹിക മാനസിക പ്രശ്നങ്ങൾ എന്നുള്ളതിലാണ് ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞാൻ PhD എടുത്തത്. അതിൻ്റെ ഒരു PhD 2013 2010 ഞാൻ ET മുഹമ്മദ് ബഷീർ സാഹിബിൻ്റെ സ്റ്റാഫിലുണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ പോകാനും അദ്ദേഹത്തിന് പ്രായമായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആളുകളിങ്ങനെ ബഹുമാനിക്കുന്നതും പെരുമാറുന്നതൊക്കെ കണ്ട് ജീവിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ യാത്രകൾ നടത്തി, കൂടെ കടന്നുറങ്ങി. അങ്ങനെ ആയ സമയത്താണ് എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഒരു റിസർച്ച് നടത്തേണ്ടത് എന്ന് എനിക്ക് തോന്നി. നേരത്തെ MSc ക്ലിനിക്കൽ സൈക്കോളജി കഴിഞ്ഞപ്പോൾ അതിങ്ങനെ ജോലി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തപ്പോൾ, പിന്നെ സ്കൂളിൽ അധ്യാപകനുമാണ്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സംഗതിയിൽ ഇങ്ങനെ കൗൺസിലിങ്ങൊക്കെ നേടുന്ന സമയത്താണ് പ്രായമായ ആളുകളുടെ പ്രശ്നങ്ങൾ വലുതാണ് എന്ന് തിരിച്ചറിഞ്ഞ്, ആ തിരിച്ചറിവിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു PhD സബ്ജക്റ്റ് എടുക്കാൻ മാത്രമുള്ള ഒരു സംഗതിയിലേക്ക് വന്നത്. ഞാനിന്ന് ഇവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് എന്തൊക്കെയാണ് പറയേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ എൻ്റെ വാപ്പാനോടാണ് സംസാരിച്ചത്. വാപ്പാക്ക് 81 വയസ്സായി. ഇപ്പോഴും ഒരു സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പളായിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹം സ്വന്തമായി പെൻഷൻ കിട്ടുന്നുണ്ട്, അതോടൊപ്പം പ്രിൻസിപ്പാളുടെ ജോലി ചെയ്തിട്ടുള്ള പൈസയും കിട്ടുന്നുണ്ട്. 5 പൈസ ഞാൻ വാങ്ങണില്ല, കൊടുക്കണില്ല എന്നും പറയാം. ഞാൻ വാങ്ങണില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കണില്ല എന്ന് പറയാം. പക്ഷെ ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹം എന്നോട് ചോറിയും, എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ തന്ന തിരക്കില്ല എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ തിരിച്ച് ഞാൻ അങ്ങോട്ടും ഇന്ത്യയിൽ ഇല്ലാത്ത സമയത്ത് ഞാൻ വാപ്പനോട് തിരി ഇടയ്ക്കൊന്ന് കൊടുക്കും. ഞാൻ ഇതിങ്ങനെ പറയാൻ കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് അറിയാനാണ്. പക്ഷെ എൻ്റെ വീട്ടിലെ പ്രശ്നം എനിക്ക് പരിഹരിക്കാൻ കഴിയുന്നതല്ല. എന്ന് പറഞ്ഞാൽ ഞാൻ വാപ്പാനൊക്കെ നോക്കലുണ്ട്, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ട് എന്ന് സാധാരണ ഒരു ഒഴുക്കം മട്ടിലുള്ളതാണെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളല്ല വാർദ്ധക്യം എന്ന് പറയുന്ന സ്റ്റേജിലുണ്ടാകുന്ന പ്രശ്നം. ഇപ്പോൾ നേരത്തെ ഹുസൈൻ സാഹിബും അതുപോലെ ആമുട്ടി മദനിയൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളതിൽ മനസ്സിൽ വേണം. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുമ്പ് 2010 ഒരു റിസർച്ച് പ്രകാരം 65 വയസ്സായിരുന്നു വാർദ്ധക്യം എന്നുള്ളത് തുടങ്ങിയിരുന്നത്. ഈ പ്രവാചകൻ പറഞ്ഞ പോലെ എൻ്റെ ഉമ്മത്തിൻ്റെ പ്രായം എന്ന് പറഞ്ഞാൽ സിറ്റീന വസബഴി എന്ന് പറയുന്ന ആ ഒരു 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലുള്ളതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ നേരത്തെ പറയുന്ന കൗമാരക്കാരുകളുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ 13 മുതൽ 19 വരെയായിരുന്നു കൗമാരം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നത്. അത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി മാറ്റിയിട്ടുണ്ട്. നേരെ അത് 25 മുതൽ 30 വരെയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നേരത്തെ 40 വയസ്സ് എന്ന് പറയുന്ന യുവത്വത്തിൻ്റെ ഒരു സംഗതി 50 വയസ്സാക്കി മാറ്റിയിട്ടുണ്ട്. വാർദ്ധക്യം എന്ന് പറയുന്നത് 60 വയസ്സിൽ നിന്ന് 70 വയസ്സിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് 70 വയസ്സ് വരെ ആൾക്കാർ ഈ പറയുന്ന കൗമാരക്കാരായിട്ടുള്ള ആൾക്കാരാണ്, യുവത്വം ഉള്ള ആൾക്കാരാണ്. 70 വയസ്സ് വരെയാണ് യുവത്വം എന്ന് പറയുന്ന സംഗതി ഉള്ളത്. നേരത്തെ ആമുട്ടി മദനി സൂചിപ്പിച്ചപ്പോൾ നമ്മളൊക്കെ യുവാക്കളാന്ന് പറഞ്ഞപ്പോൾ 100% അക്ഷരാർത്ഥത്തിൽ യുവാക്കളാണ്. 70 വയസ്സ് വരെ 70-ൻ്റെയും 70 ടു അങ്ങനെ അങ്ങോട്ട് പോണതാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വാപ്പാക്ക് 81 വയസ്സാണ്. ഇപ്പോഴും ഫുൾ ടിപ്പിലാണ് നടക്കുക. ഇൻസൈഡ് ചെയ്ത് ഷൂസൊക്കെ ഏറ്റവും ബ്രാൻഡഡ് ഷൂസൊക്കെ വാങ്ങി ആ ടിപ്പ് ടോപ്പിൽ നടക്കുക. എന്നോട് ഇടയ്ക്ക് ആൾക്കാർ പറയുന്നുണ്ട്, എൻ്റെ ഏട്ടതാ പോണെന്ന്. ഭയങ്കര സംഭവമാണ്. എൻ്റെ ഏട്ടൻ പോണെന്ന് പറഞ്ഞാൽ ഓക്കെയാണ്, ആ ലെവലിലാണ് ഉള്ളത്.
ഞാനിതിൻ്റെ പ്രായം നമ്മൾക്ക് വയോജന സംരക്ഷണം കേരളത്തിന് പ്രായമാകുമ്പോൾ എന്നുള്ള ഒരു വിഷയത്തിനോടനുബന്ധിച്ച് നമ്മളുടെ ഇപ്പോൾ ഉള്ള പോപ്പുലേഷൻ്റെ 20% 2030 ആകുമ്പോഴേക്കും ഓൾഡ് ഏജ് എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് കടക്കും. പാലക്കാട് ജില്ലയിലെ 20% ഇപ്പോഴത്തെ പോപ്പുലേഷൻ്റെ 20% ആളുകൾ 2030 2026 ആകാൻ പോവുക. 2030 70 കഴിഞ്ഞ ആളുകളാണ് ഉണ്ടാവുക. മലപ്പുറം ജില്ലയുടെ കൃത്യമായ കണക്കെടുത്ത് നോക്കിയ സമയത്ത് 10 ലക്ഷം ആളുകൾ മലപ്പുറം ജില്ലയിൽ ഈ പറയുന്ന വാർദ്ധക്യത്തിലേക്ക് കടക്കുന്ന രീതിയിൽ വയോജനം എന്ന് പറയുന്ന രീതിയിലാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കുകൾ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വയോജനം നമ്മളെ ഈ പ്രായം എന്ന് പറയുന്നത് ഇങ്ങനെ കുറയുന്നില്ല, ഇങ്ങനെ കൂടുകയാണ് ചെയ്യണത്. മനുഷ്യ ജീവിതത്തിൻ്റെ അവസാന ഘട്ടം എന്ന് പറയുന്നതാണ് ഈ പറയുന്ന വാർദ്ധക്യം. നമ്മളെ മനസ്സിൽ തോന്നുകയാണ് ഞാനിപ്പോൾ ഒരു യുവാവാണെന്ന്, അല്ലെങ്കിൽ ഞാനൊരു യുവാവാണ് എന്നുള്ളൊരു തോന്നൽ മാത്രമാണ് ഉണ്ടാകുന്നത്. ബാക്കി അതങ്ങനെ വയസ്സിങ്ങനെ കൂടി വരികയാണ്, ഒരിക്കലും തന്നെ കുറഞ്ഞു പോകണില്ല. ഈ എൻ്റെ PhD സബ്ജക്റ്റാണ് ഇപ്പോൾ പറയുന്ന പകൽ വീട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ഞാൻ മുമ്പ് 2013 റിസർച്ച് കഴിഞ്ഞ ഉടനെ തന്നെ മുനീർ മിനിസ്റ്ററുമായിട്ട്, അന്ന് പഞ്ചായത്ത് സോഷ്യൽ വെൽഫെയർ ജസ്റ്റിസിൻ്റെ മുനീർ സാഹിബായിരുന്നു, MK മുനീർ സാഹിബായിരുന്നു. അദ്ദേഹവുമായി നിരന്തരം സംസാരിച്ച് എൻ്റെ റിസർച്ചിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് അവിടെ ഡൽഹിയിലെ സോഷ്യൽ ജസ്റ്റിസിൻ്റെ സെക്രട്ടറിയും കൂടെ വന്നിരുന്നു ചർച്ച ചെയ്യാൻ വേണ്ടി, രാജശേഖരൻ സാറ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന് 73 വയസ്സിലേക്ക് കടക്കുകയാണ്, എനിക്ക് 70 വയസ്സാകണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ ശരീരം അതിന് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു വിഹിതം കൂടെ ഇതിൽ തരാം, ഒരു പൈലറ്റ് പ്രൊജക്റ്റ് തുടങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായി കേരളത്തിൽ അരീക്കോടാണ് ഈ പകൽ വീടിൻ്റെ പ്രൊജക്റ്റിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. 20 ലക്ഷം, അന്നത്തെ 10 ലക്ഷം കേരള ഗവൺമെൻറ്റും 10 ലക്ഷം കേന്ദ്ര ഗവൺമെൻറ്റും കൂടെ തന്നിട്ടുള്ള ആ പകൽ വീടിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച ഈ പറയുന്ന വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങൾക്ക് സോഷ്യൽ സപ്പോർട്ട് എങ്ങനെ കൊടുക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് സംസാരിച്ചത്. സോഷ്യൽ സപ്പോർട്ട് ഏത് തരത്തിലാണ് നമുക്കതിന് ചെയ്യാൻ പറ്റുക എന്നുള്ള ആലോചനയുണ്ടായിരുന്നു. അത് നമ്മളെ വീട്ടിൽ പ്രായമായ ആളുകളുണ്ടെങ്കിൽ അവരെ നന്നായി നോക്കുക എന്നുള്ളതല്ല. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് 2-3 യാത്രകൾ നടത്തി. ഈ വയോജനങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് കോവളം കാണണം. ഞാനാണെങ്കിൽ മിക്കവാറും മാസത്തിൽ ഒരു ദിവസം തിരുവനന്തപുരത്തേക്ക് പോണ ആളാണ്. തിരുവനന്തപുരത്തേക്ക് പോണ സമയത്ത് ഈ ട്രെയിനിൽ കയറാത്ത 70 വയസ്സിൻ്റെ മുകളിലുള്ള ആളുകളുണ്ട്. ട്രെയിനിൽ കയറാത്ത, ജീവിതത്തിൽ 70 വയസ്സായിട്ട് ട്രെയിനിൽ കയറാത്ത അവരുടെയൊക്കെ വീടുകളിൽ ഇന്നോവ കാറുണ്ട്, നല്ല യുവാക്കളായിട്ടുള്ള മക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്. അവർ ഇഷ്ടം പോലെ പോകുന്നുണ്ട്. പക്ഷേ അവർ ഈ ഉമ്മാനിയും വാപ്പാനിയും എന്ത് ചെയ്തില്ല, കൊണ്ടുപോയില്ല. കോവളം എന്നല്ല കേട്ടിട്ടുണ്ട്, പക്ഷേ കോവളത്ത് പോകണം എന്ന് ആഗ്രഹമുണ്ട്. പല പ്രാവശ്യം മക്കളോട് പറഞ്ഞതാണ്. ഈ മകനുമായി ബന്ധപ്പെട്ട് ഞാൻ ഇപ്പോൾ ചോദിച്ചപ്പോൾ ഉമ്മാൻ്റെ ഈ കാലത്തുള്ള പിരാന്ത്, അവിടെ അസ്തഗ്ഫിറുല്ലാ സുബ്ഹാനല്ലാഹ് പറഞ്ഞിട്ട് നിന്നാൽ പോരെ, എന്തിനാ ഈ കോവളത്തേക്കൊക്കെ പോണ് എന്നാണ് മകൻ ചോദിച്ചത്. ഞാൻ പറഞ്ഞു, ഞാൻ കൊണ്ടുപോയിക്കോളാം, പക്ഷേ അതിൻ്റെ സമ്മതം തരണം. അങ്ങനെ 40 ആളുകളെ, വയസ്സായ 70 പ്രായമായിട്ടുള്ള ആളുകളെ ട്രെയിനിൽ കൊണ്ടുപോയി നിലമ്പൂരിൽ നിന്ന് രാജറാണിക്ക് കയറി അവിടെ കൊച്ചുവേളിയിലെത്തി. അവിടുന്ന് ബസ് എടുത്തു, കോവളത്തേക്ക് കൊണ്ടുപോയി നല്ല ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുത്തു. മദേഴ്സിൽ കൊണ്ടുപോയാണ്ട് ഭക്ഷണം കൊടുത്ത് 220 ഉറുപ്പ്യാണ് ഒരു ചോറിന്. എന്ന് പറഞ്ഞാൽ 4 തരത്തിലുള്ള പായസമുള്ള ചോറ് വാങ്ങിക്കൊടുത്തു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഐറ്റങ്ങൾ ഇത്തരത്തിലുള്ള 4 പായസമുള്ളൊരു ഭക്ഷണം കഴിക്കുന്നത്. പക്ഷെ ആ പൈസയൊക്കെ ഞങ്ങൾ MLA വാങ്ങി, എല്ലാ സംഗതികളും ചിലവുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങി
MLA പൂർണ്ണമായ സഹകരണത്തോടെ അതിങ്ങനെ കണ്ട് കോവളവും കന്യാകുമാരി അടക്കമുള്ള സാധനങ്ങൾ കണ്ടിട്ട് ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്ത് എൻ്റെ പിറ്റേ ദിവസമാണ് പോകുന്നത്. അത് ജീവിതത്തിൽ ഒരിക്കലും ഈ 40 ആൾക്കാർക്കും ഈ 70 വയസ്സിൻ്റെ മുകളിലുള്ള 40 ആൾക്കാർക്കും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ്. അത് ഞാൻ പറയുന്നത് നമ്മൾ അമ്മാനെ നിൽക്കുന്നുണ്ട്, ഉമ്മാനെ നോക്കുന്നുണ്ട്, വാപ്പാനെ നോക്കുന്നുണ്ട് എന്ന് പറയുന്നതിന് പകരം സാമൂഹ്യ പങ്കാളിത്തത്തോടുകൂടി എങ്ങനെ ഇത് നടത്താമെന്നുള്ളതിനെ കുറിച്ചാണ് ആലോചന നടത്തേണ്ടത്. ഇതൊരിക്കലും തന്നെ നമ്മളൊരു വൃദ്ധസദനം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടല്ല, വൃദ്ധജനങ്ങളെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നേരത്തെ ഒരു വൃദ്ധസദനം നടത്തിയ ആളാണ്. പക്ഷേ വൃദ്ധസദനത്തിലുള്ളത് ആരും പ്രായമായ ആളുകളൊന്നും ഇല്ലാത്ത ഒരു കാലത്ത് ഈ റിസർച്ചൊക്കെ നടത്തുന്നതിന് മുമ്പാണ്, 2013 മുമ്പാണ്. 2005 ഇങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നി, ഒരാളോട് ചോദിച്ചു, ഒരു കെട്ടിടം കിട്ടി, ആൾക്കാരോട് പൈസ വാങ്ങി, നമ്മളൊരു കോൺട്രിബ്യൂഷൻ എടുത്ത് ആൾക്കാർ വന്നു, 15 സ്ത്രീകളായിട്ടുള്ള ആളുകളെ നോക്കി അന്ന് ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കിയ. പക്ഷേ ഇന്ന് അതിൽ പൂർണ്ണമായും വിട്ടുതരുന്ന രീതിയിലുള്ള ആളുകൾ വരാൻ അരീക്കോടില്ല. കേന്ദ്രമുണ്ട്, പക്ഷേ പൂർണ്ണമായിട്ടും അതിൽ നിൽക്കേണ്ട രീതിയിലില്ല. പക്ഷേ എല്ലാ മാസത്തിലും ഒരിക്കൽ കൂടും 100ഓളം 70 വയസ്സിൻ്റെ മുകളിലുള്ള 100ഓളം ആളുകൾ അവിടെ ഇങ്ങനെ വരുന്നു, സംസാരിക്കുന്നു, അങ്ങനെ അവരുടെ പ്രശ്നങ്ങൾ പറയുന്നു, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു, അതിന് പരിഹാരം കണ്ടെത്തുന്നു. ആ രീതിയിലൂടെ അങ്ങനെ പോകുന്നു. എന്തൊക്കെയായിരിക്കും അവരുടെ സൈക്കോ സോഷ്യൽ ഇഷ്യൂസ്? നമുക്ക് അറിയാവുന്ന പോലെ ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ കാലഘട്ടത്തിൽ വരുന്നത്. ഇതൊരു സയൻസിൻ്റെ ഒരു ഭാഗമാണ്, ശാസ്ത്രശാഖയാണ്. ഇതിനെയാണ് ജെറൻറ്റോളജി എന്നാണ് ഈ ഒരു ശാസ്ത്രശാഖക്ക് പറയാം. ജെറിയാട്രിക് കെയർ എന്നാണ് ഇതിൻ്റെ പരിചരണത്തിന് പറയുക, ജെറിയാട്രിക് കെയർ. ഇത് UK ഈ സംവിധാനം ആദ്യമായിട്ടുണ്ടായത്. 1960കളിൽ തന്നെ പാലിറ്റീവ് കെയറൊക്കെ ഉണ്ടായ സമയത്ത് തന്നെയാണ് 1960കളിൽ UK ഉണ്ടാകുന്നത്. UK എന്ന് പറയുന്നത് അതിനൊക്കെ ഏറ്റവും വളക്കൂറുള്ള ഒരു മണ്ണാണ്. എല്ലാ സംവിധാനങ്ങളും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാണ്. ഹോസ്പീസ് സംവിധാനവുമായി ബന്ധപ്പെട്ടാണ് നേരത്തെ ഉണ്ടായത്. പാലിയേറ്റീവ് കെയറിനെ പോലെ തന്നെ അവരുടെ സാമൂഹിക, മാനസിക, ശാരീരിക, കുടുംബപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് ഇത് ചെയ്യുന്നത്. ഇവർക്കുണ്ടാകുന്ന സാമൂഹ്യ മാനസിക പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒന്ന് നിങ്ങൾ പറയാൻ പറ്റുമോ? എന്തൊക്കെ സാമൂഹ്യ മാനസിക പ്രശ്നങ്ങളാണ് വരിക? നിങ്ങൾക്ക് പറയാം. ഞാൻ പറയണത് ഇങ്ങനെ നിങ്ങൾ കുറേ സമയം ഇങ്ങനെ കേട്ടിക്കല്ലേ. ഒറ്റപ്പെടൽ, യെസ്. ഒന്ന്, പരിഗണന കിട്ടുന്നില്ല എന്നുള്ള ഒന്ന്. പിന്നെ കുറ്റപ്പെടുത്തൽ, നിരാശ, ഇത് പോരേ എന്നുള്ള ചോദ്യം. ഓക്കെ, പിന്നെ കുടുംബം, ഇതിനെ നമ്മൾ 3 തരത്തിലാണ് പ്രധാനമായിട്ടും വേർതിരിച്ച്. ഒന്ന് ശാരീരിക പ്രശ്നങ്ങൾ, മറ്റൊന്ന് സാമൂഹിക പ്രശ്നങ്ങൾ, മറ്റൊന്ന് മാനസിക വെല്ലുവിളികൾ, മാനസിക പ്രശ്നങ്ങൾ. ഈ 3 തരത്തിലാണ് നമ്മളതിനെ വേർതിരിക്കുന്നത്. ഈ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ 3 ഉണ്ട്. പക്ഷേ അതിൻ്റെ പുറമേ ഉള്ള കുറച്ചും കൂടി കാര്യങ്ങളുണ്ട്. ജലി മാസ്റ്റർ പറഞ്ഞ ഒരു സംഗതി ഉണ്ട്, ചേർത്ത് പിടിക്കാൻ ആളില്ലാതിരിക്കുക. ചേർത്ത് പിടിക്കാൻ ആളില്ലാതിരിക്കുക. വെരി ഗുഡ്. പിന്നെ ഒരു സുപ്രഭാതത്തിൽ വാപ്പ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു നാഥൻ എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഇല്ലാതെക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം. ഓക്കെ, പിന്നെ ഒറ്റപ്പെട്ടു എന്ന് പറയുന്ന ഒരു തോന്നൽ. ഓക്കെ, സാമ്പത്തിക പ്രശ്നം. ഓക്കെ,
ഒന്നും കൂടി പറഞ്ഞാൽ ഞാൻ ബാക്കിയിലാണ് പറയാം. പ്രതീക്ഷ ഇല്ലാത്ത ഒരവസ്ഥ, എന്നാലും അതിക്ക് ചെറിയൊരു ചൂടുങ്ങ വരുന്നുണ്ട് ആ സംഗതിയിലേക്ക്. ഒന്നുകൂടി അവരെ ഇരുന്ന് കേൾക്കാനൊരാളില്ല എന്ന തോന്നൽ അല്ലേ? യെസ്, ഒന്നുകൂടി. രോഗാവസ്ഥ, ശരി, ഒന്നുകൂടി. പേരക്കുട്ടികളെ കുറിച്ചുള്ള അമിത ആശങ്ക. വീടിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടുമോ എന്നുള്ളത്. യെസ്, പറയാം. നിങ്ങൾക്ക് പറയാം. ഒരു റോളില്ല എന്നുള്ളൊരു തോന്നൽ. യെസ്, വെരി ഗുഡ്. ഒന്നും കൂടി ചെറിയ അതിലേക്ക് ഇങ്ങനെ എത്തുന്നുണ്ട്. മരണഭയം, ശരി, ഒരു മരണഭയം. ചെറിയൊരു പ്രശ്നം വന്നാൽ തന്നെ ഓൽക്ക് വെറുത്തോ എന്നുള്ള തോന്നൽ അല്ലേ? സ്വന്തം തോന്നണ്. യെസ്, തോന്നലാ. പിന്നെ ഞാനൊരു ഭാരമാവോ എന്നുള്ളത്. ശരി, അതിക്കിങ്ങനെ എത്തുന്നുണ്ട്. രണ്ട് വാക്കണ്ട് കിട്ടണേ, അതിക്കിങ്ങനെ എത്തുന്നൊരു സംഗതിയാണ്. ഒന്നുകൂടി. ഡിപ്രഷൻ. പിന്നെ മറവി. ശരി, പിന്നെ അൽഷിമേഴ്സൊക്കെ ജെലിമാസ് പറഞ്ഞ സാധനം. ഓക്കെ, യെസ്. പിന്നെ ഒരു 2 വാക്കുണ്ട്, ആ വാക്കണ്ട് കിട്ടിയതൊക്കെ ഉണ്ട് പൂർണ്ണമായി. സഫലീകരിക്കാത്ത ആഗ്രഹങ്ങൾ. ശരി, കോപം. ശരി, ഒരു സ്നേഹം എന്ന് പറയുന്ന സാധനമുണ്ട്. നിങ്ങൾ പറയാത്ത 2 കണ്ണ് ഇനിയൊന്നും കൂടിയുണ്ട്. കരുണ വേറൊന്ന്, തലോടൽ വേറൊന്ന്, ദയ വേറൊന്ന്, കരുണ. ഓക്കെ, ഒന്നും കൂടിയാണ് പറഞ്ഞാൽ ശ്രദ്ധ അല്ലേ? അയക്കത്താം. അപ്പോൾ സ്നേഹം, ശ്രദ്ധ, കരുണ, ഈ സംഗതികളൊക്കെ കിട്ടാതെക്കുന്ന ഒരവസ്ഥ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന സംഗതിയിൽ നമുക്ക് ഇതൊക്കെ ആൾക്കാർക്ക് കൊടുക്കാൻ കഴിയുക ആർക്കാ? എനിക്കെൻ്റെ വാപ്പാക്ക് മാത്രം ഇതൊന്നും കൊടുക്കാൻ കഴിയില്ല. ചിലപ്പോൾ ആർക്ക് കൊടുക്കാൻ പറ്റും? നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും, സൊസൈറ്റിയിൽ നിന്ന് കൊടുക്കാൻ പറ്റും. പൈസ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിക്കോളണമെന്നില്ല, പക്ഷേ പൈസ സൊസൈറ്റിയിലുണ്ട്. ആ സൊസൈറ്റിയിൽ നിന്ന് പൈസ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. എൻ്റെ വാപ്പാക്ക് ഒരു ഇടക്കാലത്ത് ഒരു സ്ട്രോക്ക് വന്നു. സ്ട്രോക്ക് വന്ന സമയത്ത് സ്ട്രോക്കാണെന്ന് മനസ്സിലായി. ഞാൻ സ്കൂളിലുണ്ട്, പക്ഷെ എന്നൊന്നും മൂപ്പര് ബുദ്ധിമുട്ടിക്കാതെ ഐ ടി ഐയിലാണ് വർക്ക് ചെയ്യണത്. അവിടുന്ന് ഒരു മാസം ബൈക്കിൻ്റെ ബാക്കിൽ പോയി. ബൈക്കിൽ പോയപ്പോൾ ഉമ്മാനോടൊന്നും പറഞ്ഞൊന്നുമില്ല, ഉമ്മാൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ് പോണത്. പക്ഷേ ഉമ്മ എന്നെ വിളിച്ചു നോക്കിയാൽ വാപ്പാക്ക് എന്തോ ഒരു തഞ്ചക്കേടുണ്ട്. വാപ്പ ഇങ്ങനെ എന്തോന്ന് പറഞ്ഞാണ്, പക്ഷെ എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ നാവ് കുഴയാണ്, എനിക്ക് മനസ്സിലായില്ല. ഇതൊന്ന് മദർക്ക് പോയി നോക്കുകയാണ്. അങ്ങനെ ഞാൻ ഉടനെ തന്നെ ഞാൻ വേറൊരു മാസം കൂടെ പ്രിൻസിപ്പാളെ കൂട്ടിയാണ്ട് ഞാൻ ഹോസ്പിറ്റലിലെത്തി. അപ്പോൾ വാപ്പ ഇങ്ങനെ നടന്നിങ്ങനെ വരികയാണ്. ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ നടത്തത്തിനൊരു താളം തെറ്റുന്നതായിട്ട് കണ്ടു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാനത് വീൽ ചെയർ എടുത്ത് നേരെ കൊണ്ടുപോയി. അതുകൊണ്ട് വീണൊന്നുമില്ല, ആ കുഴച്ചിലിൻ്റെ ആ രീതിയിലാണ്. ഇഞ്ചക്ഷൻ കൊടുത്തു. ഏകദേശം കഴിഞ്ഞിട്ട് മിംസിൽ പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ ഡോക്ടർ കണ്ടു, അബ്ദുറഹ്മാൻ സാറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു വാപ്പാക്ക് പല പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങളിൽ കുറേ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളൊരു സംഘടനാ പ്രവർത്തകനാണെന്നറിയാം, ക്ലാസ് എടുക്കാൻ പോകുന്ന ആളാണെന്നറിയാം, നിങ്ങൾ പ്രോഗ്രാമിൽ ഈ വർഷം 25% കട്ട് ചെയ്യണം. 25% കട്ട് ചെയ്യണം. അടുത്ത വർഷം നിങ്ങൾ 50% കട്ട് ചെയ്യണം. പിന്നെ 75 2027 ആകുമ്പോൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും?
100% കട്ട് ചെയ്തിട്ട് നിങ്ങളെ വാപ്പാനെ കേന്ദ്രീകരിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ കുറച്ച് കൊണ്ടുവരിക. ഒറ്റടിക്ക് സംഘടന രംഗത്ത് നിന്ന് പിന്മാറിയാൽ അത് സംഘടന എന്നുള്ള നിലക്ക് പ്രശ്നം. എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങൾക്ക് മൂപ്പരറിയില്ല, അദ്ദേഹത്തിന് ഇന്നെ അറിയാം. പിന്നെ ആലോചിച്ചപ്പോഴാണ് IP-ൻ്റെ മൂത്തച്ഛനാണെന്ന് മനസ്സിലാണ്. IP സലാമിൻ്റെ മൂത്തച്ഛനാണെന്നുള്ളത് പിന്നെ കുറേ സംസാരം, പിന്നെ കുറേ കൺസൾട്ടേഷന് പോയ സമയത്താണ് അറിയണത്. കാരണം അയാൾക്ക് ഇന്നറിയാം. അപ്പോൾ എന്നോട് പറഞ്ഞു 25% കട്ട് ചെയ്യണം, 50% കട്ട് ചെയ്യണം, 2027 ആകുമ്പോഴത്തിന് ഫുള്ള് കട്ട് ചെയ്തിട്ട് നിങ്ങൾ വാപ്പാനെ നോക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ നിൽക്കണം, അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ വരുത്തണം എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ സംസാരിച്ച് നോക്കി. പിന്നെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ നല്ല കെയർ കൊടുക്കാൻ തുടങ്ങി. ഇതുവരെ ഇല്ലാത്ത അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ മൂപ്പർക്കൊരു ആഗ്രഹം, 80ാമത്തെ വയസ്സിൽ മൂപ്പർക്കൊരു ആഗ്രഹം, നമുക്കൊന്ന് കാശ്മീരിൽ പോയ തിരക്കുള്ള. അങ്ങനെ പോയി. ഞാനും വാപ്പയും ഉമ്മയും ഫാമിലി ഒന്നായിട്ട് കാശ്മീരിൽ പോയി. മടക്കത്തിന് അവിടുന്ന് തിരിച്ച് ജമ്മുന്ന് വന്ന് ജമ്മുക്ക് എത്താൻ കാലത്ത് ഞങ്ങളെ വണ്ടി ഒരു ആക്സിഡൻറ്റ് പെട്ടു. ഉമ്മാൻ്റെ കാല് മുറിഞ്ഞു. ഉദ്ധംപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് അവിടെ മെഡിക്കൽ കോളേജിൽ പോയി. ഒരു ദിവസം അവിടെ അഡ്മിറ്റ് ചെയ്തു. പിറ്റേ ദിവസം ഞങ്ങൾ ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് നാട്ടിലേക്ക് വന്നു. അങ്ങനെ കുറേ ഈ സംഭവ വികാസങ്ങളുണ്ടായി. വാപ്പാനി ഉമ്മ ഏകദേശം ഒരു 5 വയസ്സ് കുറവാണ് വാപ്പൻ്റെ കേട്ടു. ഏതായാലും പൂർണ്ണമായിട്ടും ഞാനും ഭാര്യ ഞങ്ങൾക്ക് രണ്ടാൾക്കും അള്ളാഹിൻ്റെ തൗഫീഖ് കൊണ്ട് ഒന്നും ഉണ്ടായില്ല, ഒരു പോറൽ പോലും ഉണ്ടായില്ല. ഞാൻ വണ്ടിയിൽ നിന്നൊക്കെ തെറിച്ചിണ്, പക്ഷേ എനിക്കൊന്നും പറ്റിയില്ല. കാരണം പാപ്പാനെ നോക്കാൻ ഉമ്മാനെ നോക്കാനുള്ള ഒരു രീതിയിൽ തന്നെ രണ്ടാളും പ്ലാസ്റ്റർ ഇട്ടാണ്ടാണ് കൊണ്ടുവരുന്നത്. അത് നോക്കാൻ വേണ്ടി മാത്രമായിരിക്കും എനിക്കും ഭാര്യയ്ക്കും ഒന്നും പറ്റാഞ്ഞത്. ഏതായാലും 100% ഒരു 1.5 മാസത്തോളം വളരെ കഠിനാധ്വാനമായിട്ട് നോക്കി. ബാത്റൂമിലേക്ക് വരെയുള്ള കാര്യങ്ങൾ നോക്കി. പക്ഷേ വാപ്പാനെ ഈ നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ നോക്കാനായിട്ടുണ്ട് എന്നുള്ളൊരു തോന്നൽ വന്നു. പക്ഷേ ഞാൻ അതിനൊരു ചെറിയൊരു മാറ്റം വരുത്തിയപ്പോൾ വാപ്പക്ക് ഒരു ഫ്രീഡം കൊടുത്തു, ധൈര്യം കൊടുത്തു. ആ ധൈര്യം കൊടുക്കാൻ പലപ്പോഴും ആളുകൾ തയ്യാറാകുമ്പോഴാണ് ഈ പറയുന്ന സംരക്ഷണം സാധ്യമാവുള്ളൂ. ഞാൻ ഈ പറയുന്ന രീതിയിൽ അതിന് ശേഷം വാപ്പ ഒരു ശ്രീലങ്ക യാത്ര നടത്തി. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കുമ്പളങ്ങി പറഞ്ഞിട്ട് ഒരു നൈറ്റ് നിൽക്കുന്ന സ്ഥലമുണ്ട് എറണാകുളത്ത്. കുമ്പളങ്ങിക്ക് പോയി. കഴിഞ്ഞ നൗഷാദ് സാറിൻ്റെ കൂടെയാണ് പോയത്. നൗഷാദ് സാറ് ചന്ദ്രികയിൽ ഇങ്ങനെ വലിയ ഫുൾ പേജിൽ ഇങ്ങനെ സൺഡേ സപ്ലിമെൻ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ യാത്രകളൊക്കെ ഭയങ്കര വൈബ്, നേരത്തെ പറയുന്ന രീതിയിലുള്ള നല്ല വൈബ് കിട്ടി. ഇത് ഒന്നും കൂടി ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഈ പറയുന്ന ആളുകളുടെ സാമൂഹ്യ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ത് എന്ന് നോക്കിയിട്ട് ആ പ്രശ്നത്തിന് പരിഹാരം കാണുമ്പോഴാണ് ഇത് സാധ്യമാവുക. അപ്പോൾ ശാരീരിക മാറ്റത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചർമ്മത്തിലുള്ള ചുളിവ് അത് വരും. അത് വാർദ്ധക്യമാണെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. കൈമലിങ്ങനെ ഒരു ചുളിവ് വന്നിട്ടുണ്ടെങ്കിൽ അത് നേരത്തെ ഉണ്ടാവും. പക്ഷേ 60-65 ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ശേഷം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിൻ്റെ ആ പഠനത്തിന് ശേഷം നോക്കുമ്പോൾ 70 കഴിഞ്ഞിട്ടേ വരുന്നതന്നെ ഉള്ളൂ. ആലോചിക്കേണ്ട, നമ്മളൊന്നും വെറുതെ നോക്കണ്ട. 70 കഴിഞ്ഞാലേ ഈ സാധനം ചുളിവ് ഉണ്ടാവുള്ളൂ. മറ്റിങ്ങനെ നോക്കിയാണ്ട് ചുളിവുണ്ടോയെന്ന് നോക്കേണ്ട ആവശ്യമില്ല. 70 കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്, ശാരീരിക പ്രശ്നങ്ങൾ. മറ്റൊന്ന് പേശികളുടെ ബലക്കുറവ്. നമുക്ക് തന്നെ തോന്നുന്നു ഈ വയസ്സാன സമയത്ത് ഞാൻ ഭയങ്കര ആരോഗ്യവാനാണ് എന്നുള്ള വാപ്പയ്ക്ക് അങ്ങനെയാണ് നടക്കലുണ്ടായിന്. ഭയങ്കര ഇപ്പോഴും സെറ്റപ്പിൽ തന്നെ ഉണ്ടോ, സെറ്റപ്പിന് മോശമൊന്നുമില്ല. പക്ഷേ ആ നടത്തത്തിൽ ഒരു ചെറിയൊരു ഒരു പേശികളുടെ കുറവ് കാരണം ചിലപ്പോൾ ഒക്കെ ഇങ്ങനെ വീഴാൻ പോകണേക്ക് തോന്നും. അപ്പോൾ പള്ളിക്കലൊക്കെ സുബൈക്കൊക്കെ എല്ലാ ദിവസവും പള്ളിയിലേക്ക് വരുന്നുണ്ട്. ആൾക്കാർ എന്നോട് പറയാറുണ്ട്, ഇപ്പം ഞാൻ കാലിനും കൈക്കൊക്കെ ഇത് പറ്റിയോണ്ട് 1 മാസം പള്ളിയിൽ പോയില്ല, ജുമയ്ക്ക് മാത്രമേ പോകണുള്ളൂ, മറ്റേ വക്തിന് പോകണില്ല. അപ്പോൾ പറയാറുണ്ട്, എനിക്ക് പകരം ഞങ്ങൾ നോക്കുന്നുണ്ട്, ഇതൊക്കെ ശരിയായതിന് ശേഷം ഹോട്ടലിലേക്ക് കൊണ്ടുപോയാൽ മതി, ചിലവ് ചെയ്താൽ മതി, എൻ്റെ വാപ്പാനെ ഞങ്ങൾ നോക്കണേക്ക് തന്നെ ഞങ്ങളൊക്കെ നോക്കുന്നുണ്ട്, അതൊക്കെ കണക്കുണ്ട്, ഇത് കഴിഞ്ഞിട്ട് ഹോട്ടലിലേക്കൊന്ന് പോയാണ്ട് ചിലവ് ചെയ്താൽ മതി എന്ന് എനിക്ക് പറയാറുണ്ട്. ഈ പറയുന്ന പേശികളുടെ ബലക്കുറവ് എന്നുള്ളത് ഒരു വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. രണ്ടാമത്തത് ഉള്ളത്, പല തരത്തിലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത ഈ കാലഘട്ടത്തിലുണ്ടാവും.
തലത്തിലുള്ള രോഗം. ആ രോഗത്തിൽ നിന്ന് ശ്രദ്ധിക്കണം. സാമൂഹ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ അത് ഒരു കൂട്ടുകുടുംബം, നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ കൂട്ടുകുടുംബ പ്രശ്നങ്ങളിൽ നിന്ന് ഇതിൻ്റെ തകർച്ച കാരണങ്ങളെ ഒറ്റപ്പെട്ട് നിൽക്കുക എന്നുള്ള ഒരു സംഗതി ഉണ്ട്. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച് തന്നെയാണ് വരുമാനം. ഞാൻ ഒരു കുടുംബത്തിൻ്റെ നാഥനാണെങ്കിൽ എൻ്റെ വരുമാനം റിട്ടയർമെൻറ്റിന് ശേഷം നേരെ പകുതിയാവും. നമ്മൾ പോയിരുന്ന സംഗതികളിലൊക്കെ മക്കളിങ്ങനെ ഇടപെടും. ഞാൻ അന്ന് ബസ്സിൽ ഇങ്ങനെ പോരുന്ന സമയത്ത് മേലാറ്റൂർ വഴിയാണ് വരുന്നത്. മേലാറ്റൂരിൽ നിന്ന് മണ്ണാർക്കാടൊക്കെ ഒരു സുഹൃത്തിന് കിട്ടി. അഷ്റഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പിന്നെ എന്താ പറയുക, ഈ മേലാറ്റൂർ സർവീസിലുള്ള ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം പറഞ്ഞ് ഞാനിങ്ങനെ ക്ലാസ്സിന് ഇന്ന ആവശ്യത്തിന് വേണ്ടി പോകാമെന്ന് പറഞ്ഞ സമയത്ത് പറഞ്ഞു, ഞാൻ എൻ്റെ വാപ്പാനെ നിയന്ത്രിക്കലാണ്. വാപ്പാക്ക് 63 വയസ്സായി. ഇങ്ങനെ ഭയങ്കര താളത്തിലാണ് മൂപ്പര് പറഞ്ഞത്. വാപ്പാക്ക് 63 വയസ്സായി, ഞാൻ എൻ്റെ വാപ്പാനെ നിയന്ത്രിക്കണം. വാപ്പയാണ് മാർക്കറ്റിൽ കൊണ്ട് പോകും. എനിക്ക് തോന്നുന്നു അയാളൊരു പിന്നെ രാഷ്ട്രീയ പാർട്ടീൻ്റെ നേരത്തെ ആളായിരിക്കും. ഇന്ന് ഇറങ്ങാൻ നേരത്തെ 4 ചീത്ത പറഞ്ഞ് അതിലാണ് അവിടെ ഇന്ന് സത്യപ്രതിജ്ഞ ഉണ്ടോണ് അല്ലേ? അതിനൊക്കെ പോകാൻ വേണ്ടി സത്യപ്രതിജ്ഞയൊക്കെ തോന്നുന്നു. അതിന് പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാനവിടെ ചീത്തണ്ട് പറഞ്ഞ് അവിടെ ഇങ്ങനെ സാധുവായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾ ചെയ്ത മുഴുവൻ തെറ്റാണ്, നിങ്ങൾ മുഴുവൻ പറഞ്ഞൊക്കെ തെറ്റാണ് സംഗതി. എന്താ വെച്ചാൽ നിങ്ങളിങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടീന്. ഇത് നാളെ ഇപ്പം നിങ്ങൾക്ക് എത്ര വയസ്സ് ചോദിച്ചു? 53 വയസ്സായിരുന്നു. 63 വയസ്സ് വാപ്പാക്ക്, 10 വയസ്സ് വ്യത്യാസമുള്ളൂ. ഞാൻ അങ്ങനെ കുറേ ആലോചിച്ച്, 10 വയസ്സ് നിങ്ങൾ ഒന്നല്ലേ വാപ്പാൻ്റെ തെറ്റീന് അല്ലെങ്കിൽ നിങ്ങൾ തെറ്റീന് തന്നെ. ഞാൻ കുറേ ഇങ്ങനെ ആലോചിച്ചാണ്. മൂപ്പരോട് ചോദിക്കുമ്പോൾ മൂപ്പര 63 മൂപ്പര 53 പറയണേ. സർവീസിലുണ്ടാണോ? നിലവിൽ സർവീസിലുള്ള ഒരാളാണ്. ആയിട്ടൊന്നുമില്ല, അത്ര ഒന്നും ഡൈ ചെയ്തുകൊണ്ട് പിന്നെ അത്ര ഒന്നും അറിയണമില്ല. ഏകദേശം അത് തെറ്റിയതായിരിക്കും ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ അങ്ങനെ ചോദിച്ചു. അപ്പോൾ മൂപ്പരണി ഞാനേ അങ്ങനെ ചീത്ത പറഞ്ഞോണ്ടാ നിന്നത്, ഇല്ലെങ്കിൽ മൂപ്പരാണ്ട് പോവാണ് ഒരു പോക്ക്. ഞാൻ പറഞ്ഞു അങ്ങനെ പോകാനൊന്നും ആയില്ല. 70 വയസ്സാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിൻ്റെ പഠനം പറയുന്നത്. 70 വയസ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇത് ആലോചിക്കാൻ തന്നെ ആവുള്ളൂ. അപ്പോൾ അതായില്ല, നിയന്ത്രിക്കാനായില്ല. നിങ്ങൾ കുറച്ചും കൂടി വിടി, ഇല്ലെങ്കിൽ നിങ്ങൾ നാളെ ആ സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പരിങ്ങനെ കാര്യമായിട്ട് ഇങ്ങനെ നല്ല ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ നമ്പറൊക്കെ വാങ്ങി രാത്രി വിളിക്കാമെന്ന് പറഞ്ഞാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ നമുക്ക് മേലാറ്റൂർ ക്ലാസ് എടുക്കുകയുള്ളൂ. അപ്പോൾ പറയുന്ന രീതിയിൽ ഈ പറയുന്ന നിങ്ങൾ പറഞ്ഞ കുറേ പ്രശ്നങ്ങൾ മാനസിക സാമൂഹിക പ്രശ്നങ്ങളായിട്ട് വരുന്നു. ജോലി തിരക്കുകളിൽ നിന്ന് മക്കളുടെ സ്നേഹം കുറയുന്നു. മക്കൾ വാപ്പയും അല്ലെങ്കിൽ പിന്നെ മക്കളിലെ ആളുകളൊക്കെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആ സമയത്ത് തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ വല്ലാത്ത പ്രയാസമാണ്. ഇപ്പം ഞാൻ എൻ്റെ പിന്നെ കുടുംബത്തിൽ 2-3 ആളുകൾ വളരെ തിരക്കുള്ള മനുഷ്യന്മാരായിരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ടൊരു സ്ട്രോക്ക് വന്നു എന്ന് തോന്നിയതിന് ശേഷം അവർ വീട്ടിലിരിക്കൽ തുടങ്ങി. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഇത് കയ്യിന് പറ്റിയിട്ട് ഞാൻ അവരെ കാണാൻ വേണ്ടി പോയപ്പോൾ പറഞ്ഞ് ഞാൻ എൻ്റെ അടുത്തേക്ക് വരണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ വരാൻ മക്കൾ സമ്മതിക്കണ്ടേ. അപ്പോൾ ഞാൻ വന്നത് നന്നായി എന്നുള്ള കേൾക്കണം മൂപ്പര് പറഞ്ഞിട്ടോ. ഞാൻ വന്നത് നന്നായി, ഞാൻ എൻ്റെ അടുത്തേക്ക് വരാൻ നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് മക്കൾ സമ്മതിക്കില്ല, ഭയങ്കര റെസ്ട്രിക്ഷനാണ്, കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നിയന്ത്രണം കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളത് ഇവരുടെ പ്രശ്നമാണ്. മാനസിക വെല്ലുവിളികളിൽ സാമൂഹ്യമായി ഒറ്റപ്പെടുക എന്നുള്ള ഒരു രീതി വരുന്നു. അത് സാമൂഹ്യ ഇടപെടലുകൾ നടത്തുന്ന ആളുകളാണെങ്കിൽ, പ്രത്യേകിച്ചും ഇടപെടൽ നടത്തുന്ന ആളുകളാണെങ്കിൽ അവരെ നിയന്ത്രിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ ഇതൊക്കെ എന്താ വെച്ചാൽ 70 വയസ്സ് എന്നുള്ളത് നിയന്ത്രണം നേരത്തെ അയാൾ പറഞ്ഞ പോലെ 63 തന്നെ നിയന്ത്രിക്കുകയാണെങ്കിൽ ചിലപ്പോൾ 63 തന്നെ ഈ പറയുന്ന വാർദ്ധക്യ സഹജമായ അസുഖങ്ങളും പ്ലസ് നേരത്തെ പറഞ്ഞുള്ള കാര്യങ്ങൾ വരും. ഞാൻ എൻ്റെ റിസർച്ചുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിക്കും. 2013 ഞാൻ 700 ആളുകളെ വയസ്സായി 70 വയസ്സിൻ്റെ അപ്പുറത്തുള്ള 700ഓളം ആളുകളുടെ ഒരു കേസ് സ്റ്റഡിയാണ് നടത്തിയത്. 700 IAS ഉദ്യോഗസ്ഥന്മാരുണ്ട്, കലക്ടറായിട്ട് റിട്ടയർഡ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്, ഡയറക്ടർമാരായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്, അധ്യാപകരുണ്ട്, കൃഷിക്കാരുണ്ട്,
ജോലിയുള്ള ആൾക്കാരുണ്ട്, രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്, അങ്ങനെ നിരന്തരം വ്യത്യസ്തമായ ആണും പെണ്ണും ആയിട്ടുള്ള ആളുകളാണ് ഞാൻ ഇൻ്റർവ്യൂ ചെയ്തത്, കേസ് സ്റ്റഡിക്ക് വിധേയമാക്കി. അപ്പോൾ അതിൽ ഈ 70 വയസ്സിൻ്റെ മുകളിലുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ പഠിച്ച സമയത്ത് വൃദ്ധസദനങ്ങൾ അന്ന് ഏകദേശം കേരളത്തിൽ 100-ൽ ചോടേ ഉള്ളൂ. ഇന്നിപ്പോൾ 700-ൽ അപ്പുറമുണ്ട്. 700-ലധികം രജിസ്റ്റർ ചെയ്തിട്ടുള്ള 750-ഓ 780-ഓ കേന്ദ്രങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. ഞാനുള്ള സമയത്ത്, ഞാൻ ചെയ്തിരുന്ന സമയത്ത് 86 പിന്നെ ഔദ്യോഗികമായിട്ടുള്ളതും 14 ഔദ്യോഗിക അല്ലാത്തതുമായിട്ടുണ്ടായിരുന്നു ഞാൻ റിസർച്ച് ചെയ്യണ സമയത്ത്. ആ 80ഓളം കേന്ദ്രങ്ങളിൽ നിന്ന് 16 കേന്ദ്രങ്ങളിൽ ഭീകരമായ അവസ്ഥയാണ്. കാരണം വൃദ്ധസദനത്തിൽ വലിയ വലിയ ചൂരലുകളുണ്ട്, വലിയ വലിയ ചൂരലുകൾ. കാരണം ഇത് നോക്കുന്നത് ആയന്മാരോ അല്ലെങ്കിൽ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരോ ആണ്. ഇവർ പറഞ്ഞു കേൾക്കാതിരുന്നാൽ ചിലപ്പോൾ ഈ 70 വയസ്സിൻ്റെ മുകളിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ചിലതൊക്കെ ചില വാശികളുള്ള ആൾക്കാരായിരിക്കും. ചില ജീവിതത്തിൻ്റെ ഭാഗത്തിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെ വാശിയുള്ളതുകൊണ്ടായിരിക്കാം അവർ വീട്ടിൽ നിന്ന് മാറിയിട്ട് ഈ സദനത്തിലേക്ക് വരുന്നത്. എന്നിട്ട് ഒരു ചൂരിൽ, വലിയൊരു ചൂരിൽ, ആ ചൂരിലെടുത്തിട്ട് അവിടുത്തെ ആയങ്ങനെ ഈ വയസ്സനെ അടിക്കണം. ടാറുണ്ട്. എന്താണ് അടിയറിയോ? നമ്മളിങ്ങനെ ആ ഒച്ചയൊക്കെ ഇങ്ങനെ അപ്പുറത്തെ റൂമിക്ക് കേൾക്കും. ചില ചീത്തകളൊക്കെ കേൾക്കും, ചീത്ത വാക്കുകളൊക്കെ. അതൊന്നും ശരിക്ക് അവരൊന്നും അർഹിക്കുന്ന ആളുകളൊന്നുമല്ല. കലക്ടർമാരായിട്ടുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് മുൻ ജില്ലാ കലക്ടർ, മലപ്പുറത്തെ മുൻ ജില്ലാ കലക്ടറൊക്കെ ആയിരുന്ന ആൾ കോഴിക്കോടുള്ള ഒരു വൃദ്ധസദനത്തിലുണ്ടായിരുന്നത്. ഒന്നും നോക്കാനങ്ങളില്ല. കാരണം ഒരാൾ ഓക്സ്ഫോർഡ് പിന്നെ UK-ലാണ്, വേറൊരാൾ സ്വിറ്റ്സർലാൻഡിലാണ്, വേറെ ആൾ മക്കൾ അവിടെയാണ്. ഇവർ അങ്ങോട്ട് വരണം, അത് നടക്കില്ല. അതിൽ ഏറ്റവും വളരെ നന്നായി കണ്ടത് ഗുരുവായൂരിലുള്ള ഒരു സെൻറ്ററുണ്ട്. ഗുരുവായൂരിലെ സെൻറ്ററിൻ്റെ ഒരു പ്രത്യേകത, 25 ലക്ഷം റുപ്യ ഡെപ്പോസിറ്റ് കൊടുത്തെങ്കിലേ അവിടെ എടുക്കുകയുള്ളൂ. 25 ലക്ഷം ഡെപ്പോസിറ്റ് കൊടുക്കണം. നമ്മൾ ഷോപ്പിനൊക്കെ അഡ്വാൻസ് കൊടുക്കുന്നത് പോലെ ഷോപ്പിൻ്റെ റെൻറ്റ് കൊടുത്തില്ലെങ്കിൽ ആ ഡെപ്പോസിറ്റിൽ നിന്ന് ഇങ്ങനെ കുറയുന്നത് പോലെ അവിടെ ഉണ്ടാവും. പക്ഷെ നല്ല കെയറാണ്, നല്ല കെയർ കൊടുക്കുക. എല്ലാത്തിനും ആൾക്കാരുണ്ട്. അതിൻ്റെ ഗുരുവായൂർക്ക് അമ്പലത്തേക്ക് ക്ഷേത്രത്തേക്ക് പോകേണ്ട ആൾക്കാർക്ക് അതിനുള്ള സംവിധാനങ്ങളുണ്ട്. ഞാൻ അവരുടെ കൂടെ 3 ദിവസം പൂർണ്ണമായും 3 ദിവസം ഗുരുവായൂർ തങ്ങിയിട്ടാണ് ഞാൻ റിസർച്ച് പൂർത്തിയാക്കിയത്. എന്ന് പറഞ്ഞാൽ അത്രയും ഗംഭീരമായ സംവിധാനങ്ങളുണ്ട്. എന്നാൽ അടിക്കുന്ന മോശപ്പെട്ട രീതിയിലുള്ളതുണ്ട്. പക്ഷേ ഇതിൽ നമ്മുടെ ഞാനിപ്പോൾ അരീക്കോടിൻ്റെ തൊട്ടടുത്തൊരു കീശ്ശേരി എന്ന സ്ഥലത്ത് വലിയ പണ്ടത്തെ ഒരു ആചാര്യമാണ്. ഏകദേശം 250 ഏക്കർ സ്ഥലം, കണ്ണായ സ്ഥലമുള്ള ഒരു ആചാര്യമാണ്. ആചാര്യ പാരലൈസ് ചെയ്തോടുകൂടി ഒരു ഭാഗത്ത് കടന്നിട്ട് മരുകളുടെ ഭയങ്കര അധികാര ഇതാണ്. എടാ തന്തേ ഇരിക്കടാ, എടാ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു വേർഡുകൾ മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. എന്നിട്ട് ചൂരിലെടുത്തിട്ട് ഇങ്ങനെ പുറം ഭാഗം നോക്കുന്ന സമയത്ത് ഇങ്ങനെ വാണ്ടിണ്. വെളുത്തൊരു മനുഷ്യനാണ്, പക്ഷെ വാണ്ടിട്ട് ഇങ്ങനെ ചുവന്ന അടയാളം ഇങ്ങനെ ചൂരിനുണ്ട്. ഞാൻ മകനെ വിളിച്ചു, സൗദിയിലാണുള്ളത്. മകനെ വിളിച്ചു, മകനോട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഓള് പറയുന്നതിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയൽ തുടങ്ങി. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്താവശ്യമുള്ള വെച്ചാൽ എല്ലാ തരത്തിലുള്ള ലീഗൽ അഡ്വൈസ് തരാം, കാര്യങ്ങൾ ചെയ്യാം. ഈ പറയുന്ന ഏക്കർ സ്ഥലങ്ങൾ നിങ്ങൾ പാലിറ്റീവിനോട് എഴുതി തന്നാൽ പൊന്നു പോലെ നമ്മൾ നോക്കിക്കൊള്ളാറുണ്ട്. അതിൻ്റെ ഇപ്പോൾ സംവിധാനം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കഴിഞ്ഞ 2023 അദ്ദേഹം നമുക്ക് തരാം എന്ന് പറഞ്ഞിട്ട് പൂർണ്ണമായിട്ട് നമ്മളെ സംരക്ഷണത്തിലാണുള്ളത്. ആ മകളെ മെരോളെ ഇപ്പോൾ നമ്മളവിടെ വീട്ടിൽ കയറ്റണില്ല. മകനോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു, വീട് എൻ്റേതല്ല എന്ന് പറഞ്ഞു. തിരിച്ചെടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി. അഡ്വക്കേറ്റ് മനാഫ് മുഖാന്തരം അതിൻ്റെ കേസ് ഫയൽ ചെയ്തു. ഹൈക്കോടതിയിൽ അതിൻ്റെ സംഗതികൾ കൊടുത്തു. അത് ഇങ്ങനെ സുപ്രീം കോടതിക്ക് പോകേണ്ട ആവശ്യം വരികയാണെങ്കിൽ എല്ലാ തരത്തിലുള്ള അഡ്വൈസും വാങ്ങിയാണ്ട് നിൽക്കുകയാണ്. 23 സംഭവം. ഇന്ന് ആ ഒരു പ്രശ്നമില്ലാതെ
വളരെ ശാന്തമായി മരിക്കാനുള്ള സൗഭാഗ്യം. ഇപ്പോൾ അദ്ദേഹത്തിന് വീൽ ചെയറിൽ ഇങ്ങനെ ഇരുത്തി ഇങ്ങനെ ഒരു സ്ലോപ്പൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മളോടൊക്കെ സംസാരിക്കുന്ന രീതിയിൽ ഫിസിയോതെറാപ്പിയും ഒക്യുപേഷണൽ തെറാപ്പിയൊക്കെ കൊടുത്തിട്ട് പൂർണ്ണമാക്കിയിട്ടുണ്ട്. ഏതായിരുന്നാലും അങ്ങനെയൊക്കെ ആക്കാൻ കഴിയും. നമ്മുടെ കേരളത്തിലെ വൃദ്ധസദനങ്ങൾ എന്ന് പറയുന്നത് ഭീകരമായ അവസ്ഥയിലേക്കാണ് പോണത്. അത് മാറ്റി നമ്മളെ തന്നെ നേരത്തെ അഹമ്മദ് മദനി സൂചിപ്പിച്ചതുപോലെ നമ്മളെ രക്ഷിതാക്കളെ നമ്മുടെ സൊസൈറ്റിയിലെ പ്രത്യേകിച്ച് മർക്കസ് ദഅവ വിഭാഗം ഇത് നടത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മളെ ഏരിയെങ്കിലും ആയി അംഫുസക്കും വായിലേക്കും നാറാന്നാണല്ലോ. അതുപോലെ ആ രീതിയിൽ നമ്മളെ തന്നെ അതിൻ്റെ ഒരു മാതൃകയൊക്കെ കാണിച്ച് ഒരു മോഡലായി മാറി അത് സൊസൈറ്റിക്ക് കാണിച്ചു കൊടുക്കാൻ ഇന്ന കേന്ദ്രം ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. അതിന് മഞ്ചേരി ഡോക്ടർ അബ്ദുറഹ്മാൻ തുടങ്ങി വെച്ചിട്ടുള്ള GD ട്രസ്റ്റ് ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ട്രെയിനിങ് കൊടുത്തു. 15 കുട്ടികൾക്ക് 100 മണിക്കൂറിൻ്റെ ട്രെയിനിങ് കൊടുത്തിട്ട് എങ്ങനെയാണ് പ്രായമായ ആളുകളെ സംരക്ഷിക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള ട്രെയിനർമാരായിട്ട് മാറിയിട്ടുണ്ട്. ഇതുപോലെ പാലക്കാട് ജില്ലയിലും നമുക്ക് അങ്ങനെ ഒരു ട്രെയിനിങ് വെക്കണം. അതിൻ്റെ സൗകര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി തരണം. അതിൻ്റെ മറ്റു കാര്യങ്ങൾ GD ട്രസ്റ്റ് അത് ഏൽക്കും. എന്നിട്ട് ഇതുപോലെ പല കേന്ദ്രങ്ങളിലും ഓരോ കേന്ദ്രങ്ങളായിട്ട് നമുക്ക് തുടങ്ങണം. ഒരു സമൂഹത്തിന് മാറ്റം വരുത്താൻ പറ്റുന്ന രീതിയിലേക്ക് അത് ആയി മാറണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ഫോക്കസ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ട്. 2016 തുടങ്ങിയിട്ടുള്ള സംരംഭമാണ്. മർക്കസ് ദഅവയുടെ കീഴിൽ തന്നെ ഉള്ള ഒരു സംവിധാനമാണ്. ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ്, ആസാം കേന്ദ്രങ്ങളിൽ 650 ഗ്രാമങ്ങളെ ദത്തെടുത്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ്. നമ്മളെ ഇപ്പോൾ അതിശൈത്യമാണ്. ഇപ്പോൾ നല്ല തണുപ്പ്, കുത്തുന്ന തണുപ്പാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് അവിടെ പോയതാണ്. തണുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര തണുപ്പാണ്. കാരണം കൈയിൻ്റെ വിരലിൻ്റെ ഉൾഭാഗത്തു കൂടെയൊക്കെ തണുപ്പ് കയറുന്ന രീതിയിലാണ് തണുപ്പുള്ളത്. അത്രയും കഠിനമാണ്. ഏകദേശം അവിടത്തേക്ക് ഒരു പ്രയാസം. ഓരോ വീട്ടിലും 10-15 മക്കൾ ഉണ്ടാവും. അവരുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 2000-ഓളം പുതപ്പുകൾ ഫാമിലിക്കാണ് കൊടുത്തത്. ഏകദേശം 12,000 ഫാമിലി ഉണ്ട്. അതിലേക്ക് നമുക്ക് ഇങ്ങനെ പുതപ്പിന് വേണ്ടി കളക്ട് ചെയ്യുന്നത് 500 രൂപയാണ് ഒരു പുതപ്പിന് വില വരുന്നത്. അത് നിങ്ങൾക്ക് 1, 2, 3 നമ്മളൊക്കെ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഓരോ ഫാമിലി അതിൻ്റെ ആക്കുകയാണെങ്കിൽ അത്തരം ഫാമിലികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റൂ. കഴിഞ്ഞപ്പോൾ 2016 തുടങ്ങിയിട്ടുണ്ടെങ്കിലും 2020 മുതലാണ് വളരെ ചാലുമായിട്ട് നമ്മൾ കൃത്യമായ രീതിയിൽ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് അവിടെ പ്രവർത്തിക്കണേ. നമ്മൾ എല്ലാ കാട്ടിഹാർ എന്ന് പറയുന്ന ബീഹാറിലെ കാട്ടിഹാർ ജില്ലയിലെ ഒരു മൊബൈൽ വാഹനം പോകുന്നുണ്ട്. ഒരു ഡോക്ടറും നേഴ്സൊക്കെ അടങ്ങുന്ന അങ്ങനെ സംവിധാനിക്കുന്നുണ്ട്. ഏകദേശം 100 കോടിയുടെ പ്രൊജക്റ്റാണ് നമ്മളിവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ആ പ്രൊജക്റ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായിരുന്നാലും ആസാമിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പിന്നോക്ക ജില്ല എന്ന് ഗവൺമെൻറ് വെച്ചിട്ടുള്ള മൊറിഗാവ് എന്ന് പറയുന്ന മൊറിഗാവും തൊട്ടടുത്ത് രണ്ടാമത്തേത് നവഗോൺ എന്ന ജില്ലകളാണ് ആസാമിലെ. ഈ ആസാമിലെ 10 ഗ്രാമങ്ങൾ പൂർണ്ണമായിട്ടും നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് കഴിഞ്ഞ 2-3 വർഷമായിട്ട്. പാലക്കാട് ജില്ലയിലെ നമ്മുടെ ഈ പ്രവർത്തകരുടെ മനസ്സിൽ അതുണ്ടാവണം. നമ്മളുടെ ദാനധർമ്മങ്ങൾ കാര്യങ്ങളൊക്കെ അതിലേക്ക് മാറ്റി വെക്കണം. ഈ തണുപ്പ് ഇങ്ങനെ അതിശൈത്യമാണ്, സഹിക്കാൻ പറ്റാത്തതായിട്ട് മാറിയിട്ടുണ്ട്. മൈനസിലേക്ക് വരികയാണ്. ചെറിയ കുട്ടികളാണ് കുറേ ഉള്ളത്. ഇപ്പോൾ ഞാനവിടെ ലാസ്റ്റ് പോയ സമയത്ത് കുട്ടികളിങ്ങനെ, ഞാൻ അധ്യാപകനായതുകൊണ്ട് ഒരു പാട്ടൊക്കെ പാടിക്കാണ്ട് അവിടെ ഞാനും ഷാക്കിർ ബാബുവാണ് പോയത്. രണ്ടാളും ഇങ്ങനെ പാട്ടൊക്കെ പാടിയ സമയത്ത് ഒരു 100-150 കുട്ടികളിങ്ങനെ ഒരുമിച്ച് വന്നിട്ടുണ്ട്. നമ്മളൊക്കെ ഇവിടെ ഇങ്ങനെ പാട്ടാടി എത്ര കുട്ടികളാണ് വരിക? അപ്പോൾ അതൊന്ന് ആലോചിച്ചാൽ മതി. അത്രയും കുട്ടികൾ ഈ ഒരു പുതപ്പിൻ്റെ കീഴിലാണ് 6, 7, 8 മക്കൾ ഇങ്ങനെ കിടക്കണത്. അത്രയുള്ള പുതപ്പാണ് നമ്മൾ കൊടുക്കണത്. ഏതായിരുന്നാലും 500 രൂപയാണ്. നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ സഹായിക്കണം. അത് നാണി കളക്ട് ചെയ്യുക, എന്തെങ്കിലും ചെയ്തിട്ട് ഓഫീസിലേക്ക് എത്തിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ പ്രവർത്തനങ്ങൾ വളരെ സജീവമാണ്. അത് നമ്മൾ നടത്തുന്നത് നമ്മളെ ഒരു ഐഡൻറ്റിറ്റിയാണ് ഇതിലൂടെ ഉയരുന്നത്.
ഈ 2016 മുതൽ ആൾക്കാരോട് പറയാം, 100% പറയാം, 2016 മുതൽ നമ്മൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇങ്ങനെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ച് വരുന്നുണ്ട്. ഏകദേശം 650 ഖുറാൻ ക്ലാസ്സുകൾ എല്ലാ ദിവസവും അവിടെ നടക്കുന്നുണ്ട്. 650 ഖുറാൻ ക്ലാസ്. ഇപ്പം ഇവിടെ നമ്മൾക്ക് കേരളത്തിലൊക്കെ പിന്നെ ഒരു ക്ലാസ്സിന് കുറച്ച് ആൾക്കാരെ കിട്ടുക ഭയങ്കര പ്രയാസമാണ്. ഖുറാൻ ക്ലാസ്സിനൊക്കെ ആളെ കിട്ടുകയാണ്. ഇത് അങ്ങനെ ഖുറാൻ ഇങ്ങനെ കേൾക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം മലയാളത്തിൽ ഉണ്ടാക്കി സയ്യിദ് ഫാറൂഖി അടക്കമുള്ള ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ നിന്ന് ആസാമീസ് ഭാഷയിലേക്ക് മാറ്റി അതിൻ്റെ ആൾക്കാരെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു, കോഴിക്കോട് കൊണ്ടുവന്ന് താമസിപ്പിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ട്രെയിനിങ് കൊടുത്തിട്ടാണ് ഈ ആളുകളൊക്കെ ഉണ്ടാക്കിയത്. അവരാണ് അവിടുത്തെ ഇൻസ്ട്രക്ടർമാർ. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മളെ ഈ പിന്നെ QLS മോഡലിൽ തന്നെ പോകാവുന്ന രീതിയിലാണ് ഉള്ളത്. ഏതായിരുന്നാലും ഇതിൽ നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം, പ്രവർത്തനങ്ങളിലുണ്ടാകണം, നിങ്ങളുടെ സഹായം ഉണ്ടാകണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഞാനത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ആർക്കെങ്കിലും ഞാൻ ഈ പറഞ്ഞിരുന്ന എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 1, 2, 3 മിനിറ്റൊക്കെ അങ്ങനെ സംശയത്തിന് വേണ്ടി മാറ്റി നിർത്താം. അസ്സലാമു അലൈക്കും.